ഹാരിഫ് ഹുസൈന്റെ ഉമ്മ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് ഹാരിഫ് ഹുസൈൻ ഇട്ട പോസ്റ്റ് ഏറെ ചർച്ചകൾക്ക് വെളിമാറിയിരിക്കുകയാണല്ലോ. ഇതിന് മഹാഭൂരിപക്ഷം പേരും എതിർത്തുകൊണ്ടാണെങ്കിലും ഏതാനും ചില പേർ ഹാരിഫ് ഹുസൈനെ അനുകൂലമായിട്ടും സംസാരിക്കുന്നുണ്ട്. പിന്നീട് രണ്ടാമതും ഹാരിഫ് ഹുസൈൻ ഇതൊരു ചർച്ചയായിട്ടുള്ള, അതൊരു വിവാദപരമായിട്ടുള്ള ഒരു ചർച്ചയായിട്ടുള്ള ഒരു കാര്യമായപ്പോൾ ഒരു വിശദീകരണമായിട്ടുള്ള ഒരു പോസ്റ്റും അദ്ദേഹം ഇറക്കിയുണ്ട്. ഈ ഹാരിഫ് ഹുസൈന് മതം വിട്ടിട്ട്, അതായത് ഇസ്ലാം മതം ഉപേക്ഷിച്ച് യുക്തിവാദി എന്നാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം. പക്ഷെ യുക്തിവാദി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളെയും എതിർക്കുന്ന ഒരു വ്യക്തിയാണ് യുക്തിവാദിത്വം. അതായത് ദൈവത്തിൽ വിശ്വാസമില്ലാതെ, ഒരു മതത്തിലും വിശ്വാസമില്ലാതെ രീതിയിൽ. പക്ഷെ ഈ ഹാരിഫ് ഹുസൈന്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇസ്ലാം മതം ഒഴിച്ച് മറ്റുള്ള മതങ്ങളെല്ലാം സ്വീകാര്യമാണ്. ഇസ്ലാം മതത്തെ മാത്രമേ അങ്ങേയറ്റം രൂക്ഷമായി വിമർശിക്കുകയും അതിന്റെ കാര്യങ്ങളെയും പ്രവാചകനെയും അതുപോലെ തന്നെ ഖുർആനെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ അപഹാസ്യമായിട്ടുള്ള രീതിയിലൊക്കെ അവതരിപ്പിക്കുന്ന രീതിയുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന്റെ യുക്തിവാദിത്വം എത്രത്തോളം പൊള്ളയാണെന്നുള്ള കാര്യം ഇതിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പോരെ. ഇവിടെ ഈ ഹാരിഫ് ഹുസൈനും ഉമ്മയും തമ്മിലുള്ള ഒരു ഇത്, അതായത് ഈ മകന്റെ ഈ വെളിവിട്ട ആയിട്ടുള്ള ഈ ബന്ധങ്ങളിൽ മനം നൊന്തായിരിക്കാം ആ ഉമ്മ മകനെ ഒരു ശാസിക്കുന്ന രീതിയിലേക്ക് ആക്കാം. പക്ഷെ ഒരു 10 മാസം പള്ളിയിൽ ചുമന്ന് തീരാ വേദനകൾ സഹിച്ച് പ്രസവിച്ച്, അതുമാത്രമല്ല അതിനെ വളർത്തി സംരക്ഷണം കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു മാതാവ് മരിച്ചു കഴിഞ്ഞാല് ഏതൊരു മനുഷ്യനായ ഒരു വ്യക്തിയായാലും ആ രീതിയിലുള്ള ഒരു പരിഹാസപരമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇടുകയില്ല. യുക്തിവാദികളൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അതായത് മതത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷെ അവരൊന്നും ഒരിക്കലും തന്നെ സ്വന്തം മാതാവ് മരിച്ചിട്ട് ഈ രീതിയിൽ സന്തോഷിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ള ആവശ്യകതയായി കാണുന്നില്ല. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇത്തരം രീതിയിലും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ചില പേർ ഉണ്ടല്ലോ. അതൊക്കെ ഹാരിഫ് ഹുസൈന്റെ ഉമ്മയുടെ വിശ്വാസത്തിന്റെ രീതിയിൽ ഹാരിഫ് ഹുസൈനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തായാലും ഒരു മാതാവ് മരിച്ചപ്പോൾ ഈ രീതിയിൽ പരിഹാസപരമായിട്ടുള്ള പോസ്റ്റുകൾ ഇട്ടതിനെ കുറിച്ചിട്ടുള്ള ഒരു എതിർപ്പ് ഉണ്ടായിരിക്കും. ഈ ഹാരിഫ് ഹുസൈന്റെ പിന്നെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എന്താകുമെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. കാരണം ഇദ്ദേഹത്തിന് ഒരു സൈക്കിളാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം 3 വിവാഹം കഴിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അതിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. 3 വിവാഹങ്ങളൊക്കെ ഫെയിൽഡ് ആവണമെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യം എത്രത്തോളം മോശമാണെന്നുള്ള കാര്യം അതിൽ കൂടി തന്നെ മനസ്സിലാക്കിയെടുത്താൽ പോരെ. 1, 2 നമുക്ക് ന്യായീകരിക്കാം. അത് പെണ്ണിന്റെ ഭാഗത്തെ തെറ്റുകൾ കൊണ്ട് നമ്മൾ ഉപേക്ഷിച്ചതാണെന്നുള്ള രീതിയിൽ ന്യായീകരണം കൊടുക്കാം. പക്ഷെ 3 ആ രീതിയിലേക്ക് പോകുന്നതാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് മനസ്സിലാക്കിയെടുത്താൽ പോരെ. പിന്നെ ഇവരെയൊക്കെ വലിയ രീതിയിലേക്ക് എടുത്ത് തലയെ വെച്ച് നടക്കുന്നവരൊക്കെ ചിന്തിക്കുക, ഇദ്ദേഹത്തിന് കാര്യമായിട്ടൊരു ചികിത്സയാണ് ആവശ്യം. കാരണം എല്ലാറ്റിനെയും എതിർക്കുന്ന ഒരു ചിന്താഗതി, എല്ലാം ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ഇതാക്കുന്നതാണ് ശരി, ഞാൻ വിളംബരം ചെയ്യുന്നതാണ് ശരി എന്നുള്ളൊരു മനോഭാവം. ആ മനോഭാവം എന്നത് അതൊരു മാനസിക രോഗം തന്നെയാണ്. പിന്നെ സ്വന്തം മാതാവൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പരസ്യമായിട്ട് ഒരു പരിഹാസ രീതിയിലൊക്കെ പോകുന്നത് അത് ആ രോഗത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരു അപേക്ഷയായിട്ട് പറയാനുള്ളത്, ഇദ്ദേഹത്തിന് നല്ലൊരു ചികിത്സ കൊടുക്കാൻ, നല്ലൊരു ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായ ആ നിലവിലുള്ള കുറെ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്.